Hey guys, welcome back to my YouTube channel. ഇത് തുർക്കിയിലെ തേർഡ് ഡേ ആണ്. ദിസ് വാസ് മൈ ബെസ്റ്റ് ഡേ ആൻഡ് വൺ തിങ് ഇൻ മൈ ബക്കറ്റ് ലിസ്റ്റ്. നമ്മളെപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന സാധനം ഫോട്ടോഷൂട്ടാണ്. എൻ്റെ ഫീഡിൽ എപ്പോഴും വരുന്നത് ഫോട്ടോഷൂട്ടാണ്. അതും ഗലാറ്റ റൂഫ് ടോപ്പ് ഫോട്ടോഷൂട്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ലെറ്റ്സ് കം വിത്ത് മീ. ഐ വിൽ ഷോ വാട്ട് ഹാപ്പൻ ആൻഡ് ഹൗ ഐ ഡ്രസ് ലൈക്ക്. വളരെ എക്സൈറ്റഡ് ആയതുകൊണ്ടും പിന്നെ ഇസ്താംബുളിൽ നിന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ടും കുറേ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് 1 hour മുമ്പേ എത്തിയതുകൊണ്ട് അവിടെ താഴെ ഉണ്ടായിരുന്നൊരു ടീ ഷോപ്പിൽ കയറി കുറേ ടീ ബാഗ്സും ചോക്ലേറ്റ്സൊക്കെ വാങ്ങി. പിന്നെ ഇത് നല്ല മണ്ടയ്ക്കാണ്, ഈ കുറേ സ്റ്റേഴ്സ് കയറണം. അങ്ങനെ അവിടെ എത്തി. ഞാൻ വളരെ മിനിമലായിട്ടുള്ളൊരു പാക്കേജാണ് ചൂസ് ചെയ്തത്. 2 കോൺസെപ്റ്റും 2 ഫ്ലൈയിങ് ഡ്രസ്സും. ഒന്ന് സിങ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ, പിന്നൊന്ന് കാർപ്പറ്റ് കോർണർ വിത്ത് സീഗൾസ്. സിങ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈയിൽ ഇതായി കാണുന്ന പോലെ ബ്ലൂ ഡ്രസ്സാണ് ഞാൻ ചൂസ് ചെയ്തത്. അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി ഇരിക്കുകയെന്ന് പറയുന്നത്. അത്യാവശ്യം വറീഡായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. ഇരിക്കാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പോസും ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഇതൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടത്, കുറച്ചുകൂടെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നത് ഈ റെഡ് ഡ്രസ്സായിരുന്നു. അതായത് കാർപ്പറ്റ് കോർണർ വിത്ത് സീഗൾസ്. കണ്ടോ, ഇവർക്ക് ഫുഡൊക്കെ ഫീഡ് ചെയ്തിട്ടാണ് ഇവരെല്ലാം ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ പറന്നു വരുന്നത്. അവിടെ നിറച്ച് അവർക്ക് ഫുഡാണുള്ളത്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പേയ്മെൻറ്റും കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് കപ്പഡോക്യയിൽ പോവാണ്. കപ്പഡോക്യ എന്നും പറയാം, കപ്പഡോസ്യ എന്നും പറയാം. അങ്ങനെ ഫ്ലൈറ്റിൽ ഇതാണ് ഞങ്ങൾക്കന്ന് കിട്ടിയ ഫുഡ്. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഈ ഏരിയൽ വ്യൂ വളരെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് കുറേ നേരം അങ്ങനെ ആസ്വദിച്ച് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അത്യാവശ്യം പ്ലാൻ ചെയ്ത് ആഗ്രഹത്തോടെ പോവുകയാണല്ലോ ഒരു സ്ഥലത്തേക്ക്. അവിടെ ഞാൻ എടുത്തിരുന്നത് ഒരു കേവ് ഹോട്ടലായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അതിൻ്റെ ലുക്കൊക്കെ. പക്കാ കേവ് മോഡലായിരുന്നു. പക്ഷേ ഉള്ളിൽ അങ്ങനെയൊന്നും തണുപ്പില്ല. വെളിയിൽ നല്ല മഞ്ഞ് വീഴാണ്, നല്ല കട്ടയ്ക്ക് മഞ്ഞ് വീഴാണ്. ഞാൻ എഡിൻബറയിൽ പോലും അത്രയും മഞ്ഞ് കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ഒട്ടും തണുപ്പുണ്ടായിരുന്നില്ല. നല്ല കണ്ടോ, മഞ്ഞ് കിടക്കുന്ന കണ്ടോ. ഭയങ്കര എനിക്കിഷ്ടമായിരുന്നു. മഞ്ഞിങ്ങനെയാണെങ്കിലും നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് അവിടെ നല്ലൊരു ഫുഡും കഴിച്ച് അന്ന് റെസ്റ്റ് ചെയ്യാൻ കിടന്നു.